അപ്പോൾ നമ്മൾ കറക്റ്റ് ലെവലായിരിക്കണം. ഇതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ തണൽക്കൂട്. ഇതാണ് നമ്മുടെ തണൽക്കൂടിൻ്റെ ഫൈനൽ സ്ട്രക്ചർ. നമ്മളിനി നമസ്കാരം സുഹൃത്തുക്കളെ, ക്യാച്ച് ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഈ ഒരു സാധനം ഇതെന്ന് പറയുമ്പോൾ ഒരു പഴയ തൊട്ടിലാണ്. തൊട്ടിലെന്ന് പറയുമ്പോൾ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കിയൊരു ആടുന്ന തൊട്ടിലായിരുന്നത്. അപ്പോൾ ഈ തൊട്ടിൽ നമ്മൾ ഈ ചൂട് കാരണം ഇതിനെ നമ്മൾ വേറൊരു രീതിയിലേക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതൊരു ചെറിയ കുടിൽ പോലെ ആക്കാൻ പോവുകയാണ്. ഇരിക്കാൻ ഫ്രീ ആയിട്ടൊക്കെ ചൂടുകാലത്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കുടിൽ. എന്നിട്ട് നമ്മുടെ അത് ആ അയ്യത്തിടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ചെറിയ സെറ്റപ്പ്, ചെറിയ പട്ടിയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു കുടിൽ പോലെ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു ബില്ലുമൊക്കെ ഉണ്ട് താഴെ. ഈ സാധനത്തെ നമ്മളിനി മാറ്റിയിട്ട് എന്താ പറയുക, ഒരു കുടിൽ സെറ്റപ്പിലോട്ട് കൊണ്ടുവരാൻ പോകണം. ഓക്കെ, വെയിറ്റ്. ഇതിനു വേണ്ടി ഞാൻ 2 ഇഞ്ച് വുഡൻ ബ്ലാക്ക് സ്ക്രൂ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഡ്രില്ല് ചെയ്തിട്ട് വേണം ഉള്ളിലോട്ട് കയറ്റാനായിട്ട്, അല്ലെങ്കിൽ അത് പൊട്ടിക്കീറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. വലിയ പരിപാടികളൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യണം. എൻ്റെ ടൂളുകളൊന്നും ഒന്നാമത്തെ കാര്യം ഇവിടെ ഇല്ല. ഒന്നാമത്തെ കാര്യം 8 മാസം ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. കുടിലിൻ്റെ മുകളിൽ ഓട് വേണോ, അതോ ഓല മേയണോ, അതോ കച്ചി വെക്കണോ, ഏതാണ് സേഫ്റ്റി എന്നൊക്കെയാണ് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചെയ്തങ്ങ് പോ. ഞാൻ നിന്നെ ഷോയിന്ന് പറയാനില്ലേ. അപ്പുറത്ത് 2 പീസ് വെച്ച പോലെ നമുക്ക് ഇപ്പുറത്തും 2 പീസ് വെച്ച് സ്ക്രൂ ചെയ്യണം. നമ്മുടെ കൂട്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എത്രയോ പ്രാവശ്യം. നിങ്ങൾ നമ്മുടെ കൂട്ടിരിക്കുക. നിന്നോടല്ല പറഞ്ഞത്. ഇനി നമുക്ക് ഈ പീസ് കൃത്യം നടുക്കായിട്ട് അകത്ത് സെറ്റ് ചെയ്യണം. ആ പീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ 2 പീസുകൾ ഇവിടെ അടിച്ചത്. അതായത് നെടുനീളം പീസ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അത് സെറ്റ് ചെയ്യാനാണ് മറ്റേ 2 പീസുകൾ അടിച്ചത്. അതിൽ വെച്ച് വേണം നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട്. ഒരു സഹായത്തിനാരുമില്ല, അതുകൊണ്ട് ഞാൻ ഈ ക്ലാമ്പ് വെച്ച് അങ്ങ് ടൈറ്റ് ചെയ്യുകയാണ്. വെയിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇരിക്കാൻ വയ്യാത്ത വെയിലാണ്. ഇതിപ്പോൾ നമ്മൾ ഒരാളുടെ സഹായമില്ല. നമ്മൾ ഈ ഇപ്പം നമ്മൾ പട്ടിയെ വെച്ചിരിക്കുന്ന അകത്താണ് ഒക്കെ വെച്ചിട്ട് ഒരു ചുമ്മാ തട്ടിക്കൂട്ടായിട്ട് ചെയ്യുകയാണ്. എന്നെ വലിയ പ്രൊഫഷണലിസം ഒന്നും നോക്കണ്ട. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് നമുക്കൊരു ഇരിക്കാൻ വേണ്ടി ഒരു ഇരിപ്പിടം ഉണ്ടാക്കുക. അപ്പോൾ അതിനകത്തൊന്നുമില്ല. ശ്രീകുട്ടി, ആ മട്ട ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് എടുത്തുകൊണ്ട് വരാമോ? മട്ടം. ആ, നീ അലമാരി വല്ലതും ഉണ്ടോ എന്ന് നോക്കിയേ. ഇവിടെ നിന്ന് മട്ടൻ കാണുന്നില്ല, കുഞ്ഞെടുത്തോണ്ട് പോയി. ഈ സെറ്റാണ്. ഇനി നമ്മളിതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനൊരു പീസ് വെച്ചു. കണ്ടില്ലേ, കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം, ചരിയാൻ പാടില്ല. അങ്ങനെ ഒരു പീസ് നമ്മളിവിടെ വെച്ചു. ഓക്കെ, കുരിശുണ്ടാക്കുമെന്ന് വിചാരിക്കരുത്. ഇനി എന്ത് ചെയ്യും, നമ്മൾ ഓഫ് സൈഡിൽ ഈ സൈഡിൽ ഒരു പീസ് കൂടെ വെച്ച് ജസ്റ്റ് ഒരു പീസ് ഇവിടെ വെച്ച് അടിച്ച്, ഇതേ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിൻ്റെ പീസ് വെച്ചടിച്ച് ഇവനെ നമുക്ക് സ്ക്രൂ ചെയ്യണം. ഇവനിവിടെ ജോയിൻ ചെയ്തിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇതിനെ വലിയ നമ്മളെന്താ കണക്കൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയായിട്ട് കാണുന്നത്, ചുമ്മാ തട്ടിക്കൂട്ടുന്നൊരു പരിപാടി. അപ്പോൾ അങ്ങനെ 2 സ്ക്രൂ നമുക്ക് ഇവിടെ വെച്ച് ഇവനെ ലോക്ക് ചെയ്യണം. അപ്പോൾ അത് എന്തിനാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. എന്നാലേ നമുക്ക് ഇവിടോട്ട് ഇങ്ങനെ ഒരു വുഡ് പീസ് വെക്കുമ്പോൾ അതൊരു സ്ട്രോങ് ആയിട്ടല്ലേ ലെവലായിട്ട് കിട്ടത്തുള്ളൂ. അതിന് ഇവിടെ ഇങ്ങനൊരു പീസ് നമ്മൾ വെച്ചിരിക്കുകയാണ്. അല്ല വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനൊരു ജോയിൻ്റൊക്കെ കൊടുക്കാം.
ഇവിടുന്ന് ജോയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രൂ ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് അത് ഒരു സ്ട്രോങ് ആകാൻ വഴിയില്ല. ഇതാകുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇനി ഒരു പീസ് കൊടുക്കാൻ പോകണം. ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു പീസ് കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് ജോയിൻ ചെയ്യണം. ഓക്കെ, ഇനി വരുന്ന പീസ് ഔട്ട് സൈഡ് ആയിരിക്കും വരുന്നത്. ഓക്കെ, മറ്റേത് ഇൻസൈഡ്, ഇനിയുള്ളത് ഔട്ട് സൈഡ്. നമ്മൾ ഈ കുഞ്ഞ് പീസ് ഞാൻ കട്ട് ചെയ്ത് ഇനി അത് അവിടേക്ക് വെക്കാൻ പോവാണ്. ഇത് ചെയ്യുമ്പോൾ ഇതിവിടെ ചേർന്നിരിക്കണം. അപ്പോൾ ഇത് അനങ്ങാനുള്ള പ്രവണത കുറയും. കൂടുതൽ അത് ലോക്കായിരിക്കും, ഇങ്ങോട്ടും ചലിക്കാനുള്ള പ്രവണത. അതുകൊണ്ട് ഇത് താത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ചലിക്കാതിരിക്കാനുള്ള പ്രവണത കുറയും. ഓക്കെ, കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. ഉളിയൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് ചെത്തി മിനുക്കി വൃത്തിയായിട്ട് ഉള്ളിൽ ലോക്കിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് എൻ്റെ ഉളിയൊക്കെ മിസ്സിങ് ആണ്. നമുക്കിനി അപ്പുറത്തെ പീസ് അടിക്കാം. ഇനി ഇപ്പുറത്തെ സൈഡിലും അതേപോലെ വെക്കണം. ലെവല് കറക്റ്റ് നോക്കിക്കോണം, അല്ലെങ്കിൽ ഇനി നമുക്ക് ഇങ്ങനൊരു പീസ് വെച്ചടിക്കണം. അങ്ങനെ നമ്മൾ ആ സാധനം അവിടെ കിടന്നത് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം മറ്റേ അടിയിലിരുന്ന സാധനം ഞങ്ങൾ ഊരി മാറ്റിയിരിക്കുക, വെയിറ്റ് കൂടുതലാണ്. സോ ഇനിയിപ്പോൾ നമ്മളിനി ഓട് നിരത്താൻ പോവാണ്. ഓക്കെ, നമുക്കിനി ഓട് നിരത്തിയാലോ? അങ്ങനെ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് ഓട് ഇതിൽ വെക്കണം. നിലവിൽ ഓടിന് ക്ഷാമമായതുകൊണ്ട് ഓട് നമ്മൾ പിന്നീട് മേടിച്ച് വെക്കുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ സ്ട്രക്ചർ തീർന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിങ്ങനെയാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം ഇതേപോലെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇനിയും കണ്ടുമുട്ടും വരേക്കും ബൈ സുഹൃത്തുക്കളേ.